നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ പുതുക്കാട് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പട്ടാമ്പി സ്വദേശി റിജാസ് ആണ് മരിച്ചത്. റിജാസിനെ ബോധപൂർവം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. റിജാസിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവതിയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചത്. അതായത് സംഭവം നടക്കുന്നതിന്, ഈ അപകടം നടക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ഈ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ആളുകളും റിജാസും തമ്മിലൊരു വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്നവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന റിജാസിനെ പിന്തുടരുകയും വാഹനം ഇടിച്ച ശേഷം പിന്നീട് സ്ഥലം വിടുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. തമിഴ്നാട് സ്വദേശികളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവർ മദ്യപിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. ഇത് നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന് ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. ഇത് വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവർ മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളുമില്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. എന്താ സംഭവിച്ചെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്? കുട്ടി പറയുന്നു, ഇത്രേ പറയുന്നുള്ളൂ. പോരുമ്പോ വണ്ടി റോഡിലോട്ട് അവർ വെട്ടിച്ച് നോക്കുമ്പോ എന്നാ കാണിക്കുന്നതെന്ന് ഓടിക്കുന്ന ആള് ചോദിച്ചു. അത് പറ്റിയില്ല അവർക്ക്, അത്രേ ഉള്ളൂ. ആ കൊച്ചു പറയുന്ന ആ ഒരു കാര്യം മാത്രമേ കൊച്ചു ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് വണ്ടി ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിച്ചു. പ്രകോപനമായിട്ട് തന്നെ ചോദിച്ച്, അല്ലാണ്ട് ഇതെല്ലാം ചോദിച്ചു. അത് ആ അവന്മാർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെ ചെയ്തത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ആ ദൃശ്യങ്ങൾ നമ്മൾ പൂർണ്ണമായും വ്യക്തതയോടുകൂടി കൊടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കാണിക്കാത്തത്, യഥാർത്ഥ വിഷ്വൽ കാണിക്കാത്തത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണത്. ഒരു വാഹനം, ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന റിജാസ് എന്ന യുവാവിനെ തൊട്ടു പിന്നാലെ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. പിന്നാലെ ആ റിജാസിൻ്റെ മുകളിലൂടെയാണ് വാഹനം കയറി ഇറങ്ങിപ്പോകുന്നത്. അതിന് തൊട്ട് മുൻപ്, അതായത് 10 മിനിറ്റ് മുൻപ് റിജാസും ഈ വാഹനത്തിലുണ്ടായിരുന്നവരും തമ്മിൽ ചില തർക്കമുണ്ടായിരുന്നു പറയുന്നു. ഈ 10 മിനിറ്റിനിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ അത് പിന്നീട് പകയാകുന്നു. 10 മിനിറ്റ് കൊണ്ട് പ്രതികാരം വീട്ടുന്നു. ഒടുവിലൊരു യുവാവിൻ്റെ ജീവനെടുക്കുന്നു. ഇതിപ്പോൾ ആ റിജാസിനൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതിയാണ്, അയാളുടെ സുഹൃത്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? കുടുംബത്തിൻ്റെ ആരോപണം എന്താണ്? ടോം, ഈ വിഷയത്തിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്, റൂറൽ SP-ക്ക്. അതിനുശേഷം നടപടികൾ തുടരുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം ഇതിലെ ദൃശ്യങ്ങൾ, മറ്റൊരു വാഹനത്തിൻ്റെ അതിൻ്റെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരമാണ് വളരെ കൃത്യമായി ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഒരു സംശയവുമില്ലാതെ തന്നെ പറയാൻ കഴിയും, ഇത് മനഃപൂർവ്വം ഇടിച്ച് വീഴ്ത്തി അത് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തു എന്ന രീതിയിൽ തന്നെ നമുക്കത് ബോധ്യമാകും. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഏതായാലും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് കുടുംബം പറയുന്നത്. ഇതേ സംഭവം ഈ രീതിയിലാണ് നടന്നതെന്ന് റിജാസിനൊപ്പമുള്ള ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുമായിട്ട് ഈ വാഹനം, ഇത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഈ വാഹനത്തിൽ പോകുമ്പോൾ ഈ വാഹനം പിറകെ വരികയായിരുന്നു. ഈ വാഹനവുമായിട്ട് ഇവർ ബൈക്ക് അവർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ വേഗത്തിൽ വാഹനം ഓടിച്ചതിൽ തട്ടി വീഴുന്ന അവസ്ഥയുണ്ടാകുന്നത് അപകടകരമായ രീതിയിലാണ് എന്നതെല്ലാം തന്നെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് ശേഷമാണ് ഇവർക്ക് ഒരു വൈരാഗ്യം, അതിനുശേഷം ഒരു 10 മിനിറ്റ് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇവർക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ പിറകെ വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വാഹനം വളരെ വേഗത്തിൽ പിറകിൽ നിന്ന് വരുന്ന ഇവരെ തട്ടി വീഴ്ത്തിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു. ഇവർക്ക് മേലിലൂടെ വാഹനം കയറി പോകുന്നു. അതല്ലാതെ മറ്റൊരു സാധ്യതയും ആ നിരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേരെ ഈ വാഹനം ഇടിച്ച് വീഴ്ത്തിയതിന് ശേഷം അമിതമായ വേഗത്തിൽ തന്നെ വരുന്നു. ഒരു നിമിഷം ഇവർ തട്ടുന്നു. അതിനുശേഷം പിന്നീട് അതേപോലെ തന്നെ വേഗതയോടുകൂടി അത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. മറ്റൊരു തെളിവും ഇതിന് കൂടുതലായിട്ട് ആവശ്യമില്ല എന്ന് തന്നെയാണ്
അവ പിന്തുടർന്ന് വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു എന്നെല്ലാം നിസ്സംശയം പറയാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ നടപടികൾ വേണമെന്ന് കുടുംബം പറയുന്നു. കുടുംബത്തിൻ്റെ അവർ പറയുന്നത് പോലെ കുടുംബം പറയുന്നത് പോലെ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിൽ ഇവർ പുറകെ വരികയും ഇടിച്ചു വീഴ്ത്തുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അത് നടത്തുകയും എല്ലാം ചെയ്ത് കടന്നു പോവുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ പ്രകോപനമോ മറ്റെന്തെങ്കിലും ആവാം, വാക്ക് തർക്കമോ ആവാം. പക്ഷെ അത് ഈ രീതിയിലല്ല കലാശിക്കേണ്ടത്. അത് ഇങ്ങനെ ഒരു ജീവനെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ നിരത്തിൽ ഇങ്ങനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് കടന്നു പോകേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവർ മദ്യപിച്ചിരുന്നതായ എല്ലാം തന്നെ ഈ പെൺകുട്ടിയുടേതടക്കമുള്ള മൊഴികളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഇത്, ഏത് സംഘമാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ ആണെന്ന് പറയുമ്പോൾ ഇത് എന്തിനാണ് ഈ പിക്കപ്പ് വാൻ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നത് എന്നതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അതേക്കുറിച്ചുകൂടി പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ നടപടികൾ വൈകാതെ ഉണ്ടാകണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇവിടെ ഒരു കൊല്ലപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതൊരു അപകട മരണം എന്ന രീതിയിലേക്ക് ഒരിക്കലും അതിനെ കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി, അത് അപകട മരണമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. അപകടകരമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും, പ്രത്യേകിച്ചും പൊതുനിരത്തിലാണ് ഏറ്റവും അധികം മനുഷ്യജീവനുകൾ പൊലിയുന്നത്. അത് അപകടം മാത്രമല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ, ബോധപൂർവം കൊലപ്പെടുത്തുന്ന സംഭവങ്ങളടക്കം ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം റോഡിലെ ചെറിയ തർക്കങ്ങൾ, ഹോണടിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചെറിയ തർക്കങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളായി മാറുന്നത്. അതായത് ചെറിയൊരു പ്രകോപനം ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കുന്നതിലേക്ക് നമ്മുടെയൊക്കെ ചില ആളുകളുടെ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ചില ആളുകളുടെ മനോഭാവം മാറുന്നു. അത്രയ്ക്കും ക്രൂരമായ രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം തന്നെ. പക്ഷേ ഇത്രയും സംഭവം മണിക്കൂറുകൾ കഴിഞ്ഞു. മണിക്കൂറുകളല്ല, ഇത് ഞായറാഴ്ച നടന്ന സംഭവമാണ്. ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ 4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വാഹനം, അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാഹന ഉടമസ്ഥനെ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത് അതിർത്തി കടന്നു പോയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. മറ്റെവിടെയെങ്കിലും ഇത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഈ വാഹനം സംസ്ഥാനത്ത് മറ്റേതെങ്കിലും രീതിയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് പലപ്പോഴും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ, ഇവിടെ ഈ മാർക്കറ്റ് ആവശ്യങ്ങൾ, അതായത് ചരക്ക് നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെ വാഹനങ്ങൾ സ്വാഭാവികമായും വന്നു പോകാറുണ്ട്. പക്ഷേ ഇത്തരം ഈ ഒരു ചെറിയ ലോറി പതിപ്പുള്ള ഒരു വാഹനം വന്നു പോകണമെങ്കിൽ അത് പക്ഷേ ഈ വലിയ ഭാരം വഹിച്ചു കൊണ്ടുവന്ന് ഇവിടേക്ക് വരാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇവർ ഇവിടേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ സ്ഥിരമായി ഇവിടെ സർവീസ് നടത്തുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. പ്രത്യേകിച്ച് ദേശീയപാതയുടെ ആ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ വാഹനങ്ങൾ പലപ്പോഴും തന്നെ റോഡിലെല്ലാം തന്നെ നമ്മൾ ഇത്തരം ആക്രോശങ്ങളും ബഹളങ്ങളും എല്ലാം തന്നെ പലപ്പോഴും കാണാൻ കഴിയും. അത് ഈഗോ മാറ്റിവെച്ച് വാഹനം ഓടിക്കുക എന്നത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. കാരണം ഇത് ആരുടെ വാഹനവും എപ്പോൾ വേണമെങ്കിലും തട്ടിമുട്ടിയെല്ലാം തന്നെ പോകാവുന്നൊരവസ്ഥയാണ്. എങ്ങനെ സൂക്ഷിച്ചാലും മറ്റൊരാളുടെ ഒരു സൂക്ഷ്മതക്കുറവോ ഒരു സൂക്ഷ്മക്കുറവോ എല്ലാം തന്നെ അപകടങ്ങൾക്കോ മറ്റു കാരണങ്ങൾക്കോ ഈ ഇത്തരം അസ്വാരസ്യങ്ങൾക്കോ കാരണമാകാം. അത് ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നും സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ആരുടെയെങ്കിലും തെറ്റാതെ ഒന്ന് മനസ്സിരുത്തി വിലയിരുത്തിയാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ സംസാരമൊന്നുമില്ല, എങ്ങനെയും ആശുപത്രിയിൽ എത്തിയാൽ മതി എന്നൊരു വ്യഗ്രത അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം തന്നെ എല്ലാവരിലും ഉണ്ടാകുകയുള്ളൂ. ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യുക, വലിയ രീതിയിലേക്ക് ആക്രോശമുണ്ടാകുക, ഈ നിരത്തുകൾ ഈ രീതിയിലുള്ള കൊലവിളികളായി അവശേഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ. ഇതിൽ ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിലും പ്രതികളെ വൈകാതെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരമൊരു സംഭവം ഒരു 4 വർഷം മുൻപ് മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ ഒരു മുൻ നഗരസഭാ
കൗൺസിലറെ കൊലപ്പെടുത്തിയ സംഭവം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇന്നലെയാണ് ആ കേസിൽ വിധി വന്നത്. അതായത് ചെറിയൊരു പ്രകോപനത്തെ തുടർന്നുള്ള കൊലപാതകം. ഇപ്പോൾ ആ കേസിൽ ഇന്നലെ ആ കേസിലെ 4 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഓർക്കുക, നമ്മുടെ ഒരു പെട്ടെന്നുള്ള പ്രകോപനങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായും ഇത്തരം കേസുകളിൽ എന്നെങ്കിലും പിടിക്കപ്പെടും, പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ചെറിയൊരു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ 3 പേർക്കാണ് മലപ്പുറം മഞ്ചേരിയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഈ കേസിലും ഈ തൃശ്ശൂർ ഈ യുവാവിനെ വാഹനം ഓടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ പോലീസിന് കഴിയണം. കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഏറെ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു. ആ കേസിൽ കൂടുതൽ പേരാണ് പോലീസിൻ്റെ പിടിയിലായത്. നിലവിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ കേസിലെ പ്രതിയായിട്ടുള്ള കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ 5 മണി വരെയാണ് കസ്റ്റഡി. കീർത്തനയിൽ നിന്ന് MDMA കണ്ടെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഇല്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. അതേസമയം തനിക്ക് MDMA ഇടപാടിൽ പങ്കില്ലെന്ന് കീർത്തന ന്യൂസ് 18നോട് പറഞ്ഞു. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടില്ല. തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും കീർത്തന പറഞ്ഞു. 2 സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് എടുക്കുക. മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം സത്യം വിചാരിച്ചിട്ട് മാധ്യമങ്ങൾ അത് അറിയണം. സത്യം നിങ്ങൾ കറക്റ്റായിട്ട് സത്യം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നാണ്? ഇല്ല, പങ്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിന് മൈനസ് ആണ്. ലോണടവ് നിങ്ങൾ MDMA കൊടുത്തിട്ടില്ല? ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മനുഷ്യനാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷിൻ്റെ ചോദ്യങ്ങൾക്കാണ് കീർത്തന മറുപടി പറയുന്നത്. ഇതേ സംഭവം തന്നെ നേരത്തെ അനീഷ് സ്പോട്ട് ലൈവിൽ ഈ കേസിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ചില പഴുതുകൾ ഉണ്ടെന്ന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ അനീഷ് നേരത്തെ പങ്കുവച്ചിരുന്നു. അതായത് ഈ പ്രതികളിൽ നിന്നും ഈ അധ്യാപികമാരിൽ നിന്നും നേരിട്ട് ലഹരി കണ്ടെടുത്തിട്ടില്ല. അവർക്ക് മുഖ്യപ്രതികളുമായി ഇടപാടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. പക്ഷേ ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ച് കോടതിയിൽ ഇത് വാദിക്കാൻ കഴിയും. ഒരുപക്ഷേ തുടർന്നുള്ള മുന്നോട്ട് പോകുമ്പോഴും ഇതേ വാദത്തിൽ തന്നെ ഈ പ്രതികൾ അല്ലെങ്കിൽ പ്രതിഭാഗം മുന്നോട്ട് പോയാൽ, അതിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് കേസിൻ്റെ അന്വേഷണം വലിയ കീറാമുട്ടിയാകില്ലേ? നിലവിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കീർത്തന മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരുന്നു? ടോമോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് കീർത്തന. പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഹാജരാക്കുകയും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് പോലീസിന് ഈ കീർത്തന എന്ന പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കോടതിക്കുള്ളിൽ വലിയ രൂക്ഷമായ വാദങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ചും ഈ കീർത്തനയിൽ നിന്നും ഇതുവരെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കീർത്തന ലഹരി ഉപയോഗിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. ഒപ്പം ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കീർത്തനയിൽ നിന്നും ഈ ലഹരി ഇടപാട് നടത്തിയവരിലേക്ക് യാതൊരു തരത്തിലുമുള്ള പണമിടപാട് നടന്നിട്ടില്ല. മറിച്ച് കാവ്യ എന്ന സുഹൃത്തിന്, കാവ്യയും ഈ കീർത്തനയും അടുത്ത സുഹൃത്തുക്കളാണ്, കാവ്യയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ കടം നൽകുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. കീർത്തനയ്ക്ക് 2 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളിലും ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നതിന്റെ തെളിവില്ല. ഒപ്പം ലോൺ പോലും മൈനസായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തനിക്ക് ഉള്ളതെന്നും കോടതിയിൽ വാദിക്കുകയും ചെയ്തിരിക്കുന്നു. കീർത്തനെ പണം നൽകാനുള്ള ചില കാരണങ്ങളും അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. ഈ കാവ്യയുടെ കാമുകന് പണമായി ആവശ്യം വരിക എന്തോ ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് അത് ആ കാവ്യയ്ക്ക് കൊടുക്കുകയും കാവ്യ മറ്റ് വേറെ വശത്തേക്ക് കൈമാറുകയുമാണ് ചെയ്തത്. അല്ലാതെ ഈ കാവ്യയ്ക്ക് ഇടപാടുകൾ ഉണ്ട് എന്നാലും തനിക്ക് ഉണ്ട് എന്ന് തനിക്കറിയില്ലെങ്കിലും തനിക്ക് ഇത്തരം ലഹരി ഇടപാടുകൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം താൻ ഒരു
അധ്യാപികയാണ് എന്നും തനിക്കൊരു ആൺകുട്ടി ഉണ്ട് എന്നും ഒക്കെ അവർ പറയുകയും ചെയ്തു. തനിക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് പറഞ്ഞു തന്നെയാണ് അവർ പുറത്തേക്ക് വന്നത്. കാരണം കോടതി മുറിക്കുള്ളിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്. ഒപ്പം അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തത്. എന്തായാലും വൈദ്യപരിശോധനകളൊക്കെ പൂർത്തിയാക്കി അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. എന്തായാലും കീർത്തനയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. കാരണം ഈ സൈബർ തെളിവുകളും മറ്റ് അക്കൗണ്ട് വിശദാംശങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പരിശോധനകൾ നടത്തണം ഈ കേസിൽ. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഒരു തെളിവുകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ പ്രതിയും ഈ കാവ്യയും കീർത്തനയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒപ്പം മൂന്നാമത് അറസ്റ്റിലായ നീഷ്മയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. ഈ കേസിലെ സൂത്രധാരനെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരക്കെ തെരച്ചിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുള്ളത്. അവർ കേരളത്തിനകത്തും പുറത്തുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആരാണ് ഈ ബുദ്ധികേന്ദ്രം, ഇത്ര വലിയ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയ ബുദ്ധികേന്ദ്രം, അതും ഈ അധ്യാപകന്മാരെ ഉപയോഗിച്ച് നടത്തുമ്പോൾ, വനിതാ അധ്യാപികമാരെ ഉപയോഗിച്ച് ഇത്തരമൊരു തട്ടിപ്പ് നടത്തുമ്പോൾ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ സ്ത്രീകളായവർ മാത്രമാകും പിടിക്കപ്പെടുക എന്നൊക്കെ ഉള്ളൊരു ആസൂത്രണം ചെയ്തത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. എന്തായാലും കീർത്തന ഇപ്പോൾ പൂർണ്ണമായും താൻ ഇടപാടിൽ പങ്കാളിയല്ല എന്ന് തീർത്ത് പറയുകയാണ്. അത് തൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാം, താൻ ഒരു രീതിയിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ കടത്തുകയോ ചെയ്തിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. ടോമ, അതോടൊപ്പം ഈ അഭിഭാഷകൻ പോലും ചൂണ്ടിക്കാണിച്ച കാര്യം, ഇവിടെ മാധ്യമ വിചാരണയാണ് നടക്കുന്നത്, അത്തരമൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അവിടെ ഈ പ്രതികളെ സംബന്ധിച്ച് കുരുക്കാകുന്ന ഉള്ളതാണല്ലോ സാമ്പത്തിക ഇടപാടുകൾ. ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ഈ കേസിലെ മുഖ്യപ്രതിയുമായി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ അനീഷ്? നിലവിൽ എന്തായാലും ഈ പ്രതി കീർത്തന പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരെ തന്നെ ചോദ്യം ചെയ്തപ്പോഴാണ്, ഈ അധ്യാപികമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യപ്രതിയിലേക്ക് അന്വേഷണം എത്തിയത് പോലും. ഇനി കേസുമായി ബന്ധപ്പെട്ട് കീർത്തനയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമെന്നാണോ അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ? തീർച്ചയായും നമുക്കറിയാം, പ്രതികൾ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ എപ്പോഴും ശ്രമിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമത്തിൻ്റെ പഴുതുകളെന്ന് അവർ സമൃദ്ധമായി കണ്ടെത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും ലഹരി കേസുകളിൽ ലഹരി ഉപയോഗവും ലഹരി കൈവശമുള്ളതൊക്കെ ഈ കൈയോടുകൂടി പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് തെളിയിക്കുക ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയിരുന്നു. കാരണം അവർ നേരിട്ട് ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഹരി കണ്ടെത്താൻ കഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഈ ലഹരി ഇടപാടുകൾ നടത്തിയവരുമായി ഇവരുടെ ഒരു പങ്ക്, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പല കണ്ണികളും പോലീസിൻ്റെ പക്കലുണ്ട്. പ്രത്യേകിച്ചും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്ത പണത്തിൻ്റെ കൃത്യമായ രേഖകളുണ്ട്. ഒപ്പം ഈ പണം അയച്ചു കൊടുത്ത ശേഷം വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ ഈ ലഹരി വാങ്ങാനുള്ള ലൊക്കേഷനുകൾ കൃത്യമായി ഈ അധ്യാപികമാർ നൽകിയിരുന്നു. ഇതിലിപ്പോൾ കീർത്തന പറയുന്നത് തനിക്ക് ഇടപാടില്ല എന്ന് പറയുമ്പോഴും കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഇടപാട് നടന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ്. അയാളൊരു ഡെലിവറി ബോയ് ആയിരുന്നു. അയാളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഈ കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ഒഴുകിയതായുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ വിവരങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം ഈ കേസിലെ പ്രധാന പ്രതി എന്ന് കരുതുന്ന വയനാട് സ്വദേശിയുണ്ട്. അയാളുടെ അക്കൗണ്ടിലേക്കും 1 കോടി രൂപയ്ക്ക് അടുത്താണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ജിജിൽ കുര്യാക്കോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ വയനാട് സ്വദേശിയിലേക്ക് ഒഴുകിയെത്തിയ പണം. അതുകൊണ്ട് ഈ പണം എവിടെ നിന്നാണ്? ഒരു ഡെലിവറി ബോയ് എന്ന രീതിയിൽ വളരെ ചെറിയ പണം മാത്രമാണ് വരുമാന മാർഗമായി ലഭിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം 1 കോടി രൂപ 6 മാസത്തിനുള്ളിൽ എവിടെ നിന്ന് എത്തിയതെന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ അധ്യാപികമാർക്കും ഈ 18,000 മുതൽ 15,000 വരെയൊക്കെയാണ് ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. പക്ഷേ അത്ര ചുരുങ്ങിയ ശമ്പളം ലഭിക്കുന്നവർക്ക് ചേർന്ന ഒരു ജീവിത ശൈലിയായിരുന്നില്ല ഇവർക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കാവ്യ അടുത്ത കാലത്തൊരു കാർ വാങ്ങി ആഡംബര രീതിയിലുള്ളൊരു ജീവിതം നയിക്കുന്നു. വലിയ വിലക്കൂടിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെ തികച്ചും ആഡംബര രീതിയിലുള്ളൊരു ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. 1 വർഷം മുമ്പ് മാത്രം ഇവർക്കൊരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പോലുമുള്ള പണം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആ സുഹൃത്തുക്കളായ BRCയിലെ അധ്യാപകർ ഒരു പിരിവ് നടത്തി 2 ലക്ഷം രൂപ ഇവർക്ക് നൽകുകയും അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പോലും കഴിയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് മറ്റു വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ മറ്റു വരുമാന സ്രോതസ്സുകൾ ഒന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം പണം ഒഴുകി വരികയും അവർ കാർ സ്വന്തമാക്കുകയും ആഡംബര രീതിയിൽ
രീതിയിലുള്ള ഒരു ജീവിതശൈലിയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഈ പരസ്പര ബന്ധിതമായ കണ്ണുകളെ കൃത്യമായി വിളക്കി ചേർക്കുക എന്നതാണ് ഇനിയും പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ജോലി. തെളിവുകളോ അല്ലെങ്കിൽ മയക്കുമരുന്നോ നേരിട്ട് കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ വഴി എവിടേക്കൊക്കെയാണ് പണം പോയത്, ഈ അക്കൗണ്ട് വിവരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ കീർത്തന പറയുന്നു തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ഇതല്ലാതെ മറ്റ് രഹസ്യമായ അക്കൗണ്ടുകൾ കീർത്തനയ്ക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഒപ്പം ATM കാർഡ് അടക്കം ന്യൂൾ അക്കൗണ്ടുകൾ പോലെ, അതായത് സ്വന്തം പേരിലല്ലാത്ത അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ATM അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ കീർത്തന പറയുന്നു താനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, ഇങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ കീർത്തനെ പോലെയുള്ള ഈ യുവതികൾ ഓർക്കേണ്ടതായിരുന്നു. കൃത്യമായ തെളിവില്ലാതെ ഒരിക്കലും പോലീസ് ഈ കേസിൽ ഈ അധ്യാപികമാരെ പിടികൂടില്ല. അത്രയധികം എല്ലാ തെളിവുകളും പോലീസിൻ്റെ പക്കൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് അന്വേഷണം നീങ്ങിയത്, കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷെ ആദ്യ ദിവസങ്ങളിലെ ഒരു ശരീരഭാഷയല്ല ഇന്ന് കീർത്തനയ്ക്കുണ്ടായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി കോടതിയിലെത്തുന്നു, മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നു. ആരോ ഇവർക്ക് പിന്നിലുണ്ടാകാം, കാരണം അഭിഭാഷകൻ എത്തുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ ഇവരെ കാണാൻ വേണ്ടി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. വലിയൊരു മാഫിയ സംഘം തന്നെ ഈ അധ്യാപികമാർ പിന്നിലുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി തങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുകയും ആ കേസിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അഴിയെണ്ണിയിരിക്കും. പോലീസ് എല്ലാ പഴുതുകളും അടച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീ വേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണം ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീ വേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രധാന പ്രതി പ്രസാദുമായുള്ള അടുപ്പം യുവതി പ്രസാദിന്റെ ഭാര്യയെ അറിയിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രസാദിനൊപ്പമുള്ള ചിത്രങ്ങൾ യുവതി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത് പ്രകോപനമായി. ഗുരുവായൂരിലെത്തി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ യുവതി താമസിക്കുന്ന സ്ഥലം കണ്ടെത്താൻ പ്രസാദിനും സംഘത്തിനും കഴിഞ്ഞില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. യുവതിയെ ഒരു സ്ത്രീ വേഷത്തിലെത്തി കൊലപ്പെടുത്താനുള്ള നീക്കം,
അതിന് പിന്നിൽ കാമുകനാണ്, മുൻ കാമുകനാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പോലീസിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ഭാര്യയ്ക്ക് ഇത്തരം ഫോട്ടോകൾ അയച്ചു കൊടുത്തതിൻ്റെ വിരോധം, അതിനപ്പുറം മറ്റെന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? കൊലപാതകം തന്നെയായിരുന്നോ? പോലീസിൻ്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ടോം, ഇതിൽ കൊലപാതകം തന്നെയായിരുന്നു ലക്ഷ്യമെന്നാണ് ഈ പ്രതി ഇവരോട് പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരെ അപായപ്പെടുത്തുക, തൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് ഇയാൾ പ്രസാദിന് കാര്യങ്ങൾ മനസ്സിലായതിനെ തുടർന്നാണ് ഇവരെ ഇല്ലാതാക്കുക എന്നൊരാശയത്തിലേക്ക് ഇയാൾ വരുന്നത്. വളരെ അവിചാരിതമായാണ് ഇയാളെ ഈ സംഘത്തെ തന്നെ പോലീസിൻ്റെ കണ്ണിൽപ്പെടുന്നത്. കാരണം അവിടെ പെട്രോളിംഗ് നടത്തിയായിരുന്ന അവർ ഈ സ്ത്രീ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അത്ര ഒരു കൃത്യമല്ലാത്ത ഉത്തരങ്ങളാണ് ഇയാൾ തരുന്നതെന്ന് തുടക്കത്തിൽ തന്നെ പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാളെ ഈ കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇടുക്കിയിൽ ആണ് ഇയാളുടെ വീട് എന്ന കാര്യമെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോഴെല്ലാം ഇയാളുടെ പേരിൽ നിരവധിയായ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നത് പോലീസിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഈ ഒരു സംഭവത്തിൻ്റെ അതിലൊരു നിർണായക ട്വിസ്റ്റ് എന്ന് പറയാവുന്ന കാര്യം. തുടർന്ന് പോലീസ് ഇയാളോട് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ഈ സ്ത്രീവേഷത്തിൽ എത്തിയതിൻ്റെ കാരണം തന്നെ പറയുന്നത്. ഇവിടെ ഇയാളുടെ കൂട്ടുകാരിയുണ്ട്, അവരുമായിട്ട് നാളുകളായിട്ട് അടുപ്പത്തിലാണ്, ഇവിടെ സ്പായിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ സൗഹൃദങ്ങൾ ഇയാളുടെ ഭാര്യയ്ക്ക് തന്നെ ചിത്രങ്ങൾ അടക്കം അയച്ചു കൊടുക്കുകയും കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അത് തൻ്റെ കുടുംബം ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഒരാൾ അത് തീർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ബോധ്യത്തിലേക്ക് വന്നു. ഇവരെ കൊണ്ട് ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ തനിക്കുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ആ കൂട്ടുകാരിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ വീട് കണ്ടെത്താനോ മറ്റോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ പോലീസിന് തോന്നിയ ഒരു സംശയം ഇത് ഒറ്റയ്ക്കായിരിക്കില്ല എത്തിയത് എന്നതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരൊരു വാഹനത്തിൽ മറ്റുള്ളവർ കൂടി, ഇയാളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാകുന്നത്. ഈ വാഹനം കസ്റ്റഡി എടുക്കുകയും അത് പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്തപ്പോൾ അതിൽ നിന്ന് കഞ്ചാവ് അടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ലഹരി വിൽപ്പനയും ഗുരുവായൂർ പരിസരങ്ങളിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അത്തരം ചില ഇടപാടുകൾ കൂടിയുള്ള സംഘം ആണിത്. അപ്പോൾ ഒരു കുപ്രസിദ്ധരായ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ സാന്നിധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇവരെല്ലാം എന്നത് പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് ഇനിയിപ്പോൾ ഇവർ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഈ കൊലപാതക ശ്രമം വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ കൂട്ടുകാരിയായ സ്ത്രീയെയും വിളിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ കുടുംബത്തെയും ഇത്തരം കാര്യങ്ങൾ അറിയിച്ചു, അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ സംഘം അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ മറ്റു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും കേസുകളിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണോ ഇവർ? മാത്രമല്ല, യുവതിയുടെ ഭാഗത്തു നിന്ന് നേരിട്ട് പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നേരിട്ട് അവരെ ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ? ടോം, ഇതിലിപ്പോൾ ഇവരുടെ ഒരു കുറ്റസമ്മത മൊഴി എന്നതെല്ലാം തന്നെ ഇയാൾ പറയാവുന്നതുപോലെ ഇവരെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇത്തരം കാര്യങ്ങൾ യുവതിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എതിരെ ഈ രീതിയിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവരിൽ നിന്ന് വിശദമായ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയപ്പോൾ അതൊരു പരാതിയുടെ സ്വഭാവത്തിലേക്ക് ഒരുപക്ഷെ മാറിയേക്കാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേസെടുക്കാനുള്ള നീക്കം എന്നത് പറയുന്നത്. ഇവർക്ക് ലഹരി ഉപയോഗിക്കുന്നവരാണ്, ലഹരി കച്ചവടക്കാരാണ് മറ്റുള്ള കൂട്ടത്തിലുള്ളവർ എന്നതെല്ലാം തന്നെ പോലീസിന് വ്യക്തമായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളുമായിട്ടും പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇവർക്ക് ഈ മറ്റുള്ളവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഗുരുവായൂർ പരിസരങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഈ ലഹരി കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ആ കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കേട്ടോ, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിൽ യുവതിയെ സ്ത്രീ വേഷത്തിലെത്തിയാണ് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. പക്ഷേ ഈ പ്രതികളുടെ നീക്കം പൊളിയുന്നു, പോലീസ് ഇവരെ പിടികൂടുന്നു, വിശദമായ അന്വേഷണം നടത്തുകയാണ്. കോതമംഗലം ഇൻസ്പെക്ടറെ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയെങ്കിൽ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടർക്ക് അർജുൻ്റെ വെല്ലുവിളി. കീഴടങ്ങാമെന്ന് വ്യക്തമാക്കിയിട്ടും
തൻ്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ പോലീസ് പോയെന്നാരോപിച്ചാണ് ആയങ്കിയുടെ വെല്ലുവിളി. ഒളിവിലിരിക്കുന്ന തന്നെ കഴിയുമെങ്കിൽ പിടിക്കാനും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചിട്ടുണ്ട്. കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരായ ഭീഷണി അർജുൻ ആയങ്കി ആവർത്തിക്കുകയും ചെയ്തു. പൂന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തന വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് പോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ടു. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നുണ്ട്, ഹാജരാകുന്നു കേട്ടാ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഒരു SHOയെ ഭീഷണിപ്പെടുത്തുന്നു. ആ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർക്ക് നേരെ വെല്ലുവിളി. ഇന്നലെയാണ് അർജുൻ ആയങ്കിയുടെ, കഴിഞ്ഞ ദിവസമാണ് അർജുൻ ആയങ്കിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. അതോടുകൂടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു. പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ, അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ, ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഭീഷണി പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വരുന്നു. തുടർന്ന് ഓഡിയോ സംഭാഷണം. ഇന്നലെ രാത്രിയോടുകൂടിയും അർദ്ധരാത്രിയോടുകൂടിയും വീണ്ടും വെല്ലുവിളി. ഈ കേരള പോലീസ് ഇനിയും ഇയാളെ അങ്ങനെ അഴിഞ്ഞാടാൻ വിടാമോ? എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടതല്ലേ? പോലീസ് അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്താൽ മാത്രം പോരാ, ഇയാളെ പിടിച്ച് അകത്തിട്ടാൽ മാത്രം പോരാ, കാപ്പ കേസിൽ ഇനി പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ഒരു നിയമം നടപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ അർജുൻ ആയങ്കിയെ പോലുള്ള ക്രിമിനലുകൾ പുറത്തിറങ്ങിയാൽ എത്രത്തോളം അപകടകരമായിരിക്കും ഈ നാട്ടിലെ സാഹചര്യം? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. വളരെയധികം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. ആ ഒരു സാഹചര്യത്തിൽ തന്നെ 2026 മെയ്യിലാണ് ഈ കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും സുഹൃത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടെത്തുന്നതും സംഘടിത കുറ്റകൃത്യത്തിനാണ്, അതായത് സംഘടിതമായ കുറ്റകൃത്യത്തിനായുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് കോതമംഗലം SHO അർജുൻ ആയങ്കി ഉൾപ്പെടെ 6 പേരെ അന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം 21 ദിവസം ജയിൽവാസം. അതിനുശേഷമാണ് അർജുൻ ആയങ്കി പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ കോതമംഗലം SHOയ്ക്കെതിരെ ഭീഷണി സന്ദേശം അയച്ചത്. അതിന്റെ കേസിലാണ് ഇപ്പോൾ ഊന്നുകൽ CIക്ക്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം ഭീഷണി സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു ഭീഷണി സന്ദേശം കുറിച്ചിടുകയായിരുന്നു. ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിച്ച് സമാധാനത്തെ ജീവിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ ഭീഷണി സന്ദേശങ്ങളായിരുന്നു ആ ഒരു കണ്ടന്റിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട IT ആക്ട് ഉൾപ്പെടെയുള്ള കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കി ഹൈക്കോടതിയെ സമീപിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം അർജുൻ ആയങ്കിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതായത് ഈ ജാമ്യം അനുവദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അർജുൻ ആയങ്കിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണവും. അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിമിനലിനെ ഇത്തരത്തിൽ അരങ്ങുവാഴാൻ വിട്ട ശേഷം നിരവധി ആക്ടിവിറ്റീസ് അയാൾ ഇങ്ങനെ ചെയ്യുന്നു. ഇത്തരത്തിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു. നമുക്കറിയാം, അസഭ്യവർഷമാണ് ഇപ്പോൾ ഊന്നുകൽ CIക്കെതിരെ ഉള്ളത്. അത് പ്രധാനമായിട്ടും പറയുന്നത് കോടതി വിധിയെ മാനിച്ച് താൻ കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. അതായത് കീഴടങ്ങാൻ ഒരാൾ തയ്യാറായപ്പോൾ കീഴടങ്ങാൻ അങ്ങനെ തന്നെയാണ് താൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തിനാണ് തന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ പിടികൂടുകയായിരുന്നു ലക്ഷ്യം? അതായത് ഒരാൾ കീഴടങ്ങാൻ തയ്യാറായപ്പോൾ അവരെ പിടികൂടി കൊണ്ടുവരിക എന്നുള്ളതാണോ പോലീസിന്റെ രീതി? അതിനുവേണ്ടിയാണെങ്കിൽ താൻ എന്നെ ഒന്ന് പിടികൂട്, അത് നീ എന്ന ഡ്രസ്സ് ചെയ്ത് തന്നെയാണ്. അതായത് ഞാൻ അന്വേഷിച്ചപ്പോൾ നീ ഊന്നുകൽ CI ആണ് എന്നാണ് കേട്ടത്.
അത്തരത്തിൽ പോലീസുകാരനെ പിന്നീട് ആ ഇൻസ്പെക്ടറെ അസഭ്യവർഷം കൊണ്ട് ആണ് തുടർന്നുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത്. എന്തായാലും അർജുൻ ആന്റിക്കെതിരെ വലിയ ഒരു പടയൊരുക്കം തന്നെ പോലീസിൽ വേണ്ടിവരുമെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കോതമംഗലം തീർച്ചയായും ഭീഷണി എന്തായാലും CPM-ന്റെ തണലിൽ വളർന്നു വന്നവനാണ് ഈ അർജുൻ ആയങ്കി. പിന്നീട് പാർട്ടിക്ക് ഇയാൾ തലവേദനയാകുന്നു. DYFI CPM നേതാക്കൾ ഉൾപ്പെടെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്താണെങ്കിൽ പാർട്ടിയുടെ ഒരു രഹസ്യമായിട്ടുള്ള പിൻബലമെങ്കിലും അർജുൻ ആയങ്കിക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതാം. പക്ഷേ ഇപ്പോൾ ഭരണം മാറി, UDF സർക്കാർ അധികാരത്തിലെത്തി, ശക്തമായ നടപടികളുമായി, ലഹരി കേസിലടക്കം ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടെയാണ് ഈ രീതിയിലുള്ള ഇതുപോലുള്ള ക്രിമിനലുകളുടെ ഭാഗത്തുനിന്നും പോലീസിന് വെല്ലുവിളി ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല ഇതുപോലുള്ള ക്രിമിനലുകളെ. അതായത് ഓപ്പറേഷൻ തൂഫാൻ മാത്രം പോരാ, ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള കടുത്ത നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതല്ലേ? നമുക്കറിയാം, കോതമംഗലത്തുണ്ടായ സംഭവം അർജുൻ ആയങ്കി മാത്രമായിരുന്നില്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് അത്തരമൊരു നടപടി ഉണ്ടായത്. അത് പിന്നീട് ന്യായീകരിച്ച് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, CIയെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും ഭീഷണിയും വെല്ലുവിളിയും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2 CIമാർക്കെതിരെയാണ് ഇത്തരത്തിലൊരു വലിയ ഭീഷണിയും വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൽ തനിക്ക് ആരെയും ഭയക്കേണ്ടെന്ന സാഹചര്യമില്ല എന്നുള്ളതും മാത്രമല്ല, ഈ കൊലവിളി ആയിട്ടാണ് അർജുൻ ആയങ്കി രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോതമംഗലം CIക്കെതിരെ, അതിലാണ് നിലവിൽ കേസുള്ളത്, കോതമംഗലം CIക്കെതിരെ കൊലവിളി സന്ദേശമാണ് അയച്ചത്. ഫേസ്ബുക്കിൽ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആളോടും പറയുന്നത് തന്നെയാണ്. ആ വോയിസ് മെസ്സേജിൽ നമുക്ക് കേൾക്കാം, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തിരിക്കും, അങ്ങനെ തന്നെയാണ്. അത് ആദ്യഘട്ടത്തിലുള്ള ആൾക്ക് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, അത് കോതമംഗലം CIയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അയാൾക്ക് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ കൊടുത്തിരിക്കും. ആ ഒരു തരത്തിലുള്ള മെസ്സേജ്, അതായത് തനിക്കെതിരെ ഈ ചെറുവിരൽ അനക്കുന്ന ആളുകളെയൊക്കെ ഇത്തരത്തിലാണ്, ഈ ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലൂടെയാണ് ഇയാൾ കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ള മെസ്സേജ് അതിലൂടെ വ്യക്തമാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ മാത്രമല്ല കേരളം നേരിടുന്ന, അല്ലെങ്കിൽ കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ഈ ഗുണ്ടാവിളയാട്ടമാണ്. അതിനെതിരെ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കാൻ ഉള്ള മുന്നൊരുക്കങ്ങളാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യം ഇവിടെ ചോദ്യചിഹ്നമാവുകയാണ്. പ്രത്യേകിച്ചും അർജുൻ ആയങ്കിയെ പോലെ CPM സംരക്ഷിച്ചു വരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പ്രതി ഇത്തരത്തിൽ പോലീസുകാരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും നിരവധി ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഇടപഴകുകയും ചെയ്ത സാഹചര്യം. അതുമാത്രമല്ല, 2026 മെയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് സംഘടിത കുറ്റകൃത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള മെസ്സേജ് പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് അർജുൻ ആയങ്കിക്കും ഉൾപ്പെടെ കൂടെയുണ്ടായിരുന്ന 5 സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുക്കുന്നതും തുടർന്ന് അർജുൻ ആയങ്കി ഉൾപ്പെടെ ഉള്ള ഈ 6 പേർ ജയിലിൽ 21 ദിവസം ജയിലിൽ കിടന്നതും അതിനുശേഷമാണ്, പുറത്തിറങ്ങിയ ശേഷമാണ് കോതമംഗലം SHOയ്ക്കെതിരെ ഇത്തരത്തിൽ വലിയ ഒരു ഫേസ്ബുക്കിലൂടെ മെസ്സേജ്, ഇത്തരത്തിലൊരു കൊലവിളി സന്ദേശം മുന്നോട്ട് വെക്കുന്നതും തുടർന്ന് IT ആക്ട് ഉൾപ്പെടെ ചുമത്തപ്പെടുകയും ഇപ്പോൾ അത് ഊന്നുകൽ CIക്ക് നേരെയും അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് അർജുൻ ആയങ്കി. തനിക്ക് പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടും, ഹൈക്കോടതിയിൽ താൻ നിർത്താൻ തീരുമാനിച്ചതാണ്, പക്ഷേ ഇനി പോകാവുന്ന അത്രയും പോകും, താൻ പിടികൂടുന്നെങ്കിൽ താൻ പിടിച്ചു കാണിക്കും, തന്നെ പിടിച്ചു കാണിക്കും. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലും വലിയ കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇതുപോലുള്ള അർജുൻ ആയങ്കി. എന്തായാലും ഈ വെല്ലുവിളി അതൊരു നിസ്സാരമായി കാണാൻ കഴിയില്ല. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന, വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിയെ പോലുള്ള ക്രിമിനലുകളെ ജയിലിലിടാനുള്ള നടപടിയാണ്. അതായത് ഇനി ഈ അടുത്തങ്ങം പുറത്തിറങ്ങാത്ത രീതിയിൽ തുടർച്ചയായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു. കാപ്പ ചുമത്തി തന്നെ ഇയാളെ ജയിലിലിടാൻ പോലീസ് തയ്യാറാകണം. ഇടവേള. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര,
കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം. പത്തനംതിട്ടയിൽ 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അച്ഛനടക്കം 2 പേർ പിടിയിലായ മറ്റൊരാൾ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക കെട്ടിടത്തിന്റെ ഉടമയാണ്. 7 കേസുകളിലായി 7 പ്രതികളാണ് ഉള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനിൽ നിന്നും ചൂഷണം ഏൽക്കേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പ്രതി ഇപ്പോൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. സഹപാഠികളോടാണ് കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായ കാര്യം ആദ്യം പറയുന്നത്. തുടർന്ന് CWC വഴി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ആദ്യം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിടുന്നു. പിന്നീട് ആ വാടക കെട്ടിടത്തിൻ്റെ ഉടമയിൽ നിന്ന് അങ്ങനെ നിരവധി പേർ പ്രതികളായ കേസ്. നിലവിൽ 2 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ തുടരന്വേഷണം എങ്ങനെയാണ്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഈ 10ാം ക്ലാസ്സുകാരി പറഞ്ഞത്. എന്തായാലും ഈ സഹപാഠിയോടാണ് താൻ പീഡനത്തിന് ഇരയായ വിവരം ഈ പെൺകുട്ടി സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പോലീസിലേക്ക് ഈ വിവരം വന്നത്. CWC ആണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അത് പ്രധാനമായും സ്വന്തം അച്ഛൻ അടക്കം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. 7ാം ക്ലാസ് മുതൽ അച്ഛൻ പീഡിപ്പിച്ചു. ഒപ്പം 10ാം ക്ലാസ്സിലായതിനു ശേഷം ഇതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ വെച്ച് 7 പ്രതികൾ ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായുള്ള പരാതിയാണ്, മൊഴിയാണ് പെൺകുട്ടി ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അത് ഈ പെൺകുട്ടിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഉടമസ്ഥൻ, ഒപ്പം അതേ വീട്ടിൽ താമസിക്കുന്ന മറ്റൊരു വാടകക്കാരൻ, ഈ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അച്ഛൻ ഇപ്പോൾ വിദേശത്താണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അച്ഛനെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉടനെ അച്ഛന്റെ രേഖപ്പെടുത്തും. മറ്റൊരു പ്രതി കൂടി ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് വിവരം പുറത്തു വരുന്നത്. നിലവിൽ 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. 7 FIR ഇട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ 6 കേസും പെരുന്നാട് വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR-ഉം അങ്ങനെ 7 FIR ഇട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടി അത്തരത്തിൽ പീഡനത്തിന് ഇരയായ, നിരന്തരം പീഡനത്തിന് ഇരയായ വിവരമാണ് പെൺകുട്ടി ഈ സഹപാഠിയോട് പറഞ്ഞത്. എന്തായാലും പോലീസ് കൃത്യമായ ഇടപെടലിലൂടെ ഈ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പോലീസ് കൂടുതൽ സമാനമായ രീതിയിൽ പോക്സോ കേസിലെ പരാതി വരികയും പെട്ടെന്ന് പോലീസ് അതിൽ നടപടി സ്വീകരിക്കുകയും പിന്നീട് പ്രതികളെ പിടികൂടുകയും ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടി ഈ പറഞ്ഞതെല്ലാം കളവാണെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് പ്രതികളെല്ലാം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പെൺകുട്ടി അവരെ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കുകയായിരുന്നു എന്നതാണ് തെളിവുകളാണ് വന്നത്. അതോടെ പോലീസ് വെട്ടിലാവുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി, വൈദ്യ പരിശോധന രേഖപ്പെടുത്തി, അങ്ങനെ എല്ലാ തെളിവുകളും, ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയും കുടുംബവും താമസിക്കുന്ന വീട്ടിലെ വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന മറ്റൊരാളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. വേറൊരു പ്രതി കൂടി ഇപ്പോൾ ഇതിൽ അറസ്റ്റിലായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ 7 പ്രതികളിൽ ഒരാൾ മുതിർന്ന പ്രായമായ ഒരാളാണ്. ആ പ്രതി മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ കേസും മറ്റു കാര്യങ്ങളും അത് പിന്നീട് ചെയ്യാനായിരിക്കും. അതിനുള്ള നടപടിയിലേക്ക് പിന്നീട് പോലീസ് പോകും. എന്തായാലും നിലവിലത്തെ സ്ഥലത്ത് 6 പേരെ പെട്ടെന്ന് പിടികൂടാനുള്ള നടപടിയിലേക്ക് പോലീസ് തുടരുകയാണ്. മലയാളപ്പുഴ പോലീസാണ് ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ശശിനാരായണൻ, ഇപ്പോഴും ഈ പെൺകുട്ടിയുടെ അച്ഛൻ, ഈ കേസിലെ മുഖ്യപ്രതി വിദേശത്താണ്. ഇയാളെ ഉടൻ തന്നെ നാട്ടിലെത്തിച്ചാൽ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമല്ലോ. എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ? അതിന് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള, ഈ പെൺകുട്ടിയുടെ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ?
ടോം, തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള തീരുമാനങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. നാട്ടിൽ വന്ന ഉടൻ തന്നെ ഈ അച്ഛന്റെ അറസ്റ്റ് ചെയ്യപ്പെടുത്തും. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവ് പീഡിപ്പിച്ചുള്ള മൊഴി പെൺകുട്ടി നൽകിയിട്ടുള്ളത്. പിന്നീട് ഓരോ പ്രതികളും, ഈ കേസിലുള്ള 7 പ്രതികളും പല സ്ഥലങ്ങളിലാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് ഓരോ എഫ്ഐആർ ഇട്ട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ക്രൂരമായ ഒരു ലൈംഗിക ചൂഷണത്തെ ഈ പെൺകുട്ടി ഇരയായി എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് വൈദ്യപരിശോധനയുടെയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയതിനു ശേഷമാണ് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. 3ാമതൊരു പ്രതി കൂടി അറസ്റ്റിലായ സൂചനയുണ്ട്. അങ്ങനെ 3 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ ആരും തന്നെ പരസ്പരമായി ഈ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയോ അങ്ങനെ പീഡന വിവരം അറിയുകയോ മറ്റു കാര്യങ്ങളും പ്രതികൾ തമ്മിൽ അങ്ങനെ പരസ്പര ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം പെൺകുട്ടി നൽകിയിട്ടുള്ള ഓരോ മൊഴിയും അനുസരിച്ചാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വിവരം പ്രതികൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ കൈമാറിയിട്ടുള്ള വിവരങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കൈമാറിയിട്ടുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ല. ഓരോ സംഭവവും ഓരോ പീഡനവും ഓരോ സ്ഥലത്ത് വെച്ചാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ എഫ്ഐആർ ഇട്ട് ഈ കേസ് മലയാളപ്പുഴ പോലീസ് എടുത്തിട്ടുള്ളത്. എന്തായാലും റാന്നി പെരുന്നാട് ആണ് ഒരു കേസുള്ളത്. അതുകൊണ്ടാണ് ഒരു കേസ് മാത്രം 7 കേസുകളാണ് ഈ 10ാം ക്ലാസ്സുകാരി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 7 പ്രതികളാണുള്ളത്. കേസിലെ മുഖ്യപ്രതി പെൺകുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന മദ്യപാനിയുടെ അഭ്യാസം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം. അരമണിക്കൂറോളം വാഹനത്തിൽ മുകളിലിരുന്നയാളെ പോലീസ് ഇറക്കി വിട്ടു. പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് പിങ്ക് പോലീസ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലെത്തിയത്. പോലീസുകാർ വാഹനം നിർത്തി പുറത്തുപോയപ്പോഴായിരുന്നു മദ്യപന്റെ പരാക്രമം. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, അരമണിക്കൂറോളം ഒരു പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് ഒരു മദ്യപാനി പരാക്രമം കാണിക്കുന്നു, അഭ്യാസം കാണിക്കുന്നു. ആ സമയം മറ്റാരും ഇത് കണ്ടിരുന്നില്ലേ? പോലീസുകാരോ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലേ? ഇയാൾ മറ്റാർക്കെങ്കിലും നേരെ, പോലീസുകാർക്കോ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കോ നേരെയോ പരാക്രമം കാട്ടാൻ ശ്രമിച്ചിരുന്നോ? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഇത്തരത്തിൽ കൗതുകവും ഒപ്പം ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു മദ്യപൻ, അയാൾ വൈകുന്നേരം മുതൽ ഈ പറയുന്ന പ്രദേശത്ത് മദ്യപിച്ച് ലക്കുകെട്ട് യാത്രക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുന്ന ഒരു നിലയിലായിരുന്നു. എന്നാൽ ഈ സമയത്തായിരുന്നു ഈ പിങ്ക് പോലീസുകാർ അവിടെ എത്തുന്നത്. പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവരിവിടെ എത്തുന്നത്. തുടർന്ന് അവർ അവരുടെ ജോലിയുടെ ഭാഗമായി ഈ പറയുന്ന ജിപ്പയ്ക്കകത്ത് പോകുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം ഈ വാഹനത്തിൽ ഇവരുടെ കാറിന് അടുത്തെത്തുകയും അതിൽ ആദ്യം ചാടി നിൽക്കുന്നു. പിന്നെ ലക്കുകെട്ട് അവിടെ കുറെ പരാക്രമങ്ങൾ കാണിച്ചതിന് ശേഷം വാഹനത്തിന്റെ പുറത്ത് കയറി ഇരുന്നായിരുന്നു. അത് ഏറെ നേരം ഇരുന്നു. പക്ഷെ നാട്ടുകാർ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും തുടർന്നുള്ള അസഭ്യവർഷം കാരണം നാട്ടുകാർ അവിടെ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ പറയുന്ന പോലീസുകാർ സ്ഥലത്തെത്തി ഇയാളെ അവരുടെ നിർദ്ദേശപ്രകാരം താഴെ ഇറങ്ങിയെങ്കിലും ഇയാൾ വാഹനത്തിൽ തന്നെ ചാരി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഈ പറയുന്ന വാഹനം മുന്നോട്ടെടുത്ത് കടന്നു കളയാണ് പോലീസ് ചെയ്യുന്നത്. ഈ പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് പോലീസ് കൂടുതൽ ഗൗരവമായി എടുക്കുകയും ഇപ്പോൾ പ്രതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് അത്തരത്തിലുള്ള കൃത്യം ചെയ്യുന്നുള്ള അന്വേഷണം നടന്നിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ പ്രദേശത്തെ മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും പോലീസ് കാര്യമായ ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോവുകയാണ്. ടോം, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇത് ഒരുപക്ഷെ ഇയാൾക്ക് ഈ മദ്യലഹരിയിലായിരിക്കാം പരാക്രമം കാട്ടിയത്. പക്ഷേ ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, നടപടി തന്നെ സ്വീകരിക്കണം. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിംഗ് കേസിൽ 5 പേർ അറസ്റ്റിൽ. കറുത്ത ഷൂസ് ധരിച്ചെത്തിയെന്ന് പറഞ്ഞാണ് 2
1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണ്. ആദർശ്, ജസിൻ, ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, മർദ്ദനമേറ്റതും ആക്രമിച്ചതും മലയാളികൾ തന്നെയാണ്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ടോമെ, മംഗളൂരു ശ്രീനിവാസ കോളേജിലെ ഇത്തരത്തിലുള്ള റാഗിംഗ് അത് കഴിഞ്ഞ ദിവസം വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ ആദർശ് അതുപോലെ തന്നെ ജസിൻ ഖാദർ, ഇവർ രണ്ടുപേരെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള റാഗിങ്ങിന് ഇരയായത്. ഇവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 5ഉം മലയാളികളാണ്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നാണ് പറയുന്നത്. 6 പേർ ചേർന്നാണ് ഇത്തരത്തിൽ കറുത്ത ഷൂസിട്ട് കോളേജിലെത്തിയതിന് ഇത്തരത്തിൽ റാഗിംഗ് നടത്തിയത്. മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ 2-ാം വർഷ ലോജിസ്റ്റിക്സ് ഡിപ്ലോമ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരിക്ക് ഏറ്റവർ. അതോടൊപ്പം BBA അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇങ്ങനെ കോഴ്സുകൾ പഠിക്കുന്നവരാണ് ഈ വിദ്യാർത്ഥികൾ. എന്തായാലും ഈ സംഭവം പോലീസ് വളരെ ഗൗരവത്തോടെ കൂടിയാണ് ഇത് കാണുന്നത്. ഗുജാരക്കെരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് ക്യാമ്പസിന്റെ പുറത്താണ് ഇത്തരത്തിൽ സ്ഥിരമായി ഇങ്ങനെ റാഗിംഗ് നടക്കാറുള്ളതെന്നാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. കോളേജിൽ അകത്ത് ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് ഉണ്ടായാൽ ശക്തമായ നടപടി കോളേജിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാനും മറ്റും പുറത്തു പോകുമ്പോൾ വലിയ തോതിൽ റാഗിങ്ങിന് ഇരയാവുമെന്നാണ് പറയുന്നത്. ഈ ശ്രീനിവാസ കോളേജെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കാൻ എത്തുന്നത്. ഈ കോളേജിൽ അങ്ങനെ നേരത്തെ വലിയ റാഗിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇത് ആദ്യമായാണ് ഇങ്ങനെ മർദ്ദിക്കുന്ന തരത്തിൽ ക്രൂരമായൊരു റാഗിംഗ് സംഭവം വിവരം പുറത്തു വരുന്നത്. ഇവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കഴുത്തിന് ഒക്കെ പരിക്കേറ്റ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആരാണ് എന്നത് സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗളൂരുവിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മറ്റ് കോളേജുകളിലും സമാനമായ സംഭവം നടക്കുന്നുണ്ടോ എന്നതും പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലഹരി സംബന്ധിച്ച വ്യാപകമായ പരിശോധന മംഗളൂരുവിലും അതുപോലെ തന്നെ കർണാടകയിലുടനീളം നടക്കുന്നുണ്ട്. ഈ കോളേജ് ക്യാമ്പസ് കേന്ദ്രീകരിച്ച് വലിയ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാർ അത്തരത്തിൽ ഉള്ള ആളുകൾ പോലും ഈ ലഹരി കേസിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം മംഗളൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ റാഗിംഗ് ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് ആ രീതിയിലും ലഹരി കേന്ദ്രീകരിച്ചുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധന ഉണ്ടാവും. ആന്റി റാഗിംഗ് സെൽ കൃത്യമായി പ്രവർത്തിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ശ്രീനിവാസ കോളേജിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രതിയെ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നടപടി മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ, അതോ കോളേജിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ അത്തരമൊരു ആവശ്യം ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഉന്നയിക്കുന്നുണ്ടോ? ടോമെ, ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതി പരിശോധന നടത്തുമെന്നാണ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്രാഥമികമായ ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ 6 പേരെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരു തീരുമാനമുണ്ട്. അതിന് മുമ്പ് വിശദമായ ഒരു അന്വേഷണം ഒരു വിദഗ്ധ സമിതിയെ വെച്ച് എത്രത്തോളം ഈ മറ്റു കുട്ടികളെയും ഇതുപോലെ റാഗിങ്ങിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്ക് പോവുകയെന്നാണ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സസ്പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ 2 ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായ കുട്ടികൾ അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തന്നെ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്, തൃശൂർ സ്വദേശികളാണ് ആദർശ്, ജസീൻ ഖാദർ എന്നിവർ. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇനിയിപ്പോ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് ഈ കേസിൽ. ആ ആളെ കൂടി ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഈ പരിക്കേറ്റവർ ഐഡന്റിഫൈ ചെയ്താൽ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കാം. ഈ വലയിലാണ് ഈ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസ് ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് കാണുന്നുണ്ട്. അതോടൊപ്പം ഈ റാഗിംഗ് നടത്തിയ 6 വിദ്യാർത്ഥികളെ, മലയാളികളായ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നൊരു ആവശ്യവും ടോം സൂചിപ്പിച്ചതുപോലെ ഉയരുന്നുണ്ട്. അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം അത്തരം കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ടോം.
യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റാഗിംഗ് കേസിൽ കടുത്ത നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിംഗ് കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരും മലയാളികളാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും. നമസ്കാരം.